UK അടുത്തറിയാം എന്ന പ്രോഗ്രാമിലൂടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. അപ്പം നമ്മളിന്നുള്ള മാഞ്ചസ്റ്ററിൻ്റെ മണ്ണിൽ വർഷങ്ങളായി മലയാളി സാന്നിധ്യം അറിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മലയാളി സ്റ്റോറിലാണ്. വേറെ എവിടെയല്ല, കൈരളി ഇൻ്റർനാഷണലിലാണ് നമ്മളിന്നുള്ളത്. അപ്പം നമുക്ക് അതിൻ്റെ ഓണർമാരെ പരിചയപ്പെട്ടിട്ട് അവിടുത്തെ കൊച്ചു വിശേഷങ്ങൾ നമുക്കൊന്ന് കേട്ടാലോ. ബാ. നമസ്കാരം, എൻ്റെ പേര് തോമസ്. ഞാൻ ആലപ്പുഴ ജില്ലയിലുള്ള കുട്ടനാട് എന്ന സ്ഥലത്താണ് വരുന്നത്. ഞാനിവിടെ 2005 വന്നതാണ്. അപ്പം വന്നിട്ട് ഓൾമോസ്റ്റ് 20 വർഷമായി. ഞാനിവിടെ വന്നപ്പോൾ ഹോട്ടൽ മാനേജ്മെൻറ്റാണ് പഠിച്ചത്. ഡെപ്യൂട്ടി മാനേജറായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. അങ്ങനെ പല തസ്തികകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇതെൻ്റെ സുഹൃത്ത്. നമസ്കാരം, എൻ്റെ പേര് സെബാസ്റ്റ്യൻ എന്നാണ്. ഞാൻ കോട്ടയം ജില്ലയിൽ അതിരമ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത്. 2003 ഇവിടെ ഒരു ഹോട്ടലിലെ ഷെഫായിട്ട് വന്നു. ഇപ്പോൾ ഈ ഒരു ബിസിനസ്സുമായിട്ട് ഞങ്ങൾ രണ്ടുപേരും ഇവിടെ കണ്ടിന്യൂ ചെയ്ത് ഞങ്ങൾ പോകുന്നു. ഞങ്ങൾ 2012 ഒരു റീറ്റെയിൽ ഷോപ്പോട് കൂടിയാണ് ഞങ്ങൾ ഈ ഒരു ഫീൽഡിലോട്ട് ഞങ്ങൾ വരുന്നത്. ഒരു കോർണർ ഷോപ്പ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ഇംഗ്ലീഷ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയാണ് ഞങ്ങളത് സ്റ്റാർട്ട് ചെയ്തത്. അത് കഴിഞ്ഞ് നമ്മുടെ മലയാളികളുടെ ഒരു ഒഴുക്ക് വരുന്ന സമയത്ത് ഞങ്ങൾ അവിടെ ചെറിയ രീതിയിൽ ഒരു ഇന്ത്യൻ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുകയും അതിൽ നല്ല റെസ്പോൺസ് നമുക്ക് കിട്ടുകയും ചെയ്തിരുന്നു. അങ്ങനെയാണ് നമ്മൾ വാട്ട് ഈസ് നെക്സ്റ്റ് എന്നുള്ളൊരു ഇതിലോട്ട് ഞങ്ങൾ പോവുകയും ഞങ്ങൾ ആസ്റ്റൺ അണ്ടർലൈൻ എന്ന് പറയുന്നത് ഓൾഡ് ഡാം അടുത്തൊരു സ്ഥലത്ത് ഞങ്ങളൊരു റീറ്റെയിൽ ഷോപ്പ് പ്ലസ് ഒരു ഹോൾസെയിൽ ഒരു ഇതിലോട്ട് ഞങ്ങൾ വരികയും ചെയ്തത്. അവിടെ ഏകദേശം ഞങ്ങൾ ഒരു വർഷത്തോളം ഞങ്ങൾ നിന്നപ്പം നമ്മുടെ കമ്മ്യൂണിറ്റി അവിടെ കുറവാണ്. പിന്നെ അവിടെ ആൾക്കാർ വന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളായിരുന്നു. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ഹോൾസെയിലിൽ ഒരു ചെറിയൊരു പാളിച്ച പറ്റി. ഞങ്ങളുടെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. അപ്പോൾ അതൊന്ന് റിക്കവർ ചെയ്യാനൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് റീറ്റെയിലോട്ട് ഞങ്ങൾ പിന്നെ തിരിച്ചു വരേണ്ടി വന്നു. അപ്പം അങ്ങനെ പെട്ടെന്ന് ഞങ്ങൾക്ക് കിട്ടിയ ഒരു ഷോപ്പാണ് ഇപ്പോൾ ഈ കാണുന്ന ഈ സ്ഥാപനം. ഇതിൻ്റെ പേര് കൈരളി ഇൻ്റർനാഷണൽ എന്നാണ് ഇതിൻ്റെ പേര്. നമ്മുടെ നാടിനോട് ചേർന്നൊരു പേര് ഞങ്ങളൊന്ന് ചൂസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യണം. ഞങ്ങൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് ഞങ്ങൾ 2022 ഓഗസ്റ്റ് 15 ഇവിടെ ഈ ഷോപ്പ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ന് ഈ നിമിഷം വരെ ഞങ്ങൾക്ക് അതുപോലെ നല്ലൊരു സപ്പോർട്ട് മലയാളി സമൂഹത്തിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടുന്നുമുണ്ട്. ഒരുപാട് ആൾക്കാർ ഞങ്ങളെ വിളിച്ച് നല്ല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. കസ്റ്റമേഴ്സിൻ്റെ അഭിരുചിക്കനുസരിച്ച് ഞങ്ങളിവിടെ സാധനങ്ങൾ എത്തിക്കുന്നുമുണ്ട്. അതുപോലെ നാട്ടിൽ നിന്നുള്ള വെജിറ്റബിൾ ഞങ്ങൾക്ക് എല്ലാ ആഴ്ചയിലും തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ ഞങ്ങൾക്ക് ഇവിടെ എത്തിക്കാൻ പറ്റുന്നുണ്ട്. നാട്ടിൽ നിന്ന് ഫ്രഷ് ആയിട്ടുള്ള ഞാലിപ്പൂമ്പഴം, ഏത്തയ്ക്ക, പിന്നെ നമ്മുടെ ചീര, ഡ്രം സ്റ്റിക്ക് ലീവ്സ്, വാഴക്കൂമ്പ്, ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നമ്മുടെ നാട്ടിൽ നിന്നുള്ള ഇവിടെ എത്തുന്നുണ്ട്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് തുടങ്ങിയ സമയത്ത് ഞങ്ങൾക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു ഇവിടെ ഒരു ഫിഷും മീറ്റും ലൈവ് നമുക്ക് ചെയ്യാനായിട്ട്. പക്ഷേ കടയുടെ സ്പേസ് കുറവായതുകൊണ്ടും നമുക്ക് ഒരുപാട് ഇത്രയും ഐറ്റംസ് ഇവിടെ വെക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ടും ഞങ്ങൾ അതിൽ നിന്ന് ഡ്രോപ്പായി. ഞങ്ങളിപ്പം മാസത്തിലൊരിക്കൽ പ്രീ ഓർഡർ എടുത്ത് ഞങ്ങൾ നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ടി ഫ്രഷ് ഫിഷ്, ഫ്രഷ് മീറ്റ് ഇതെല്ലാം ഞങ്ങളിവിടെ ചെയ്യുന്നുണ്ട്. അത് നല്ല രീതിയിൽ പോകുന്നു. ഞങ്ങൾ ഫിഷെല്ലാം വരുന്നത്, നമ്മുടെ എക്സോട്ടിക് ഫിഷുകളെല്ലാം വരുന്നത് നാട്ടിൽ നിന്നാണ്. അത് നല്ല റെസ്പോൺസാണ് ഞങ്ങൾക്ക് കിട്ടുന്നതും. അതുകൂടാണ്ട് കസ്റ്റമേഴ്സ് അവർക്ക് കംപ്ലയിൻറ്റുകൾ എന്തെങ്കിലും ഉണ്ടല്ലോ, അല്ലെങ്കിൽ പുതുതായിട്ട് എന്തെങ്കിലും സാധനങ്ങൾ അവർക്ക് വേണമെങ്കിലെല്ലാം ഞങ്ങളത് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ റീറ്റെയിൽ ബിസിനസ്സോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ ഞങ്ങൾ പിന്നെ രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്തു ഹോൾസെയിൽ ബിസിനസ്. ഇപ്പം ഞങ്ങളൊരു വർഷത്തിന് മേളിൽ ആയി നല്ല രീതിയിൽ പോകുന്നു. ഞങ്ങൾ ഒരു 100 ഷോപ്പുകൾക്ക് മേലിൽ ഓൾ ഓവർ UK ഞങ്ങൾ ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നുണ്ട്. ഇപ്പം അത് ഞങ്ങൾ പ്രിൻസ് ഫുഡ് എന്നുള്ളൊരു കമ്പനിയായിട്ട് കണക്ട് ചെയ്താണ് ഞങ്ങളത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അവരുടെ സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്ത രീതിയിൽ അവർ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഞങ്ങൾ ഓൾറെഡി ഒരു ഹോൾസെയിൽ ബിസിനസ്സിൽ പോയി ഞങ്ങൾക്ക് തട്ടുകേട് പറ്റിയതുകൊണ്ടും ഞങ്ങളുടെ കുറേ പൈസ നഷ്ടപ്പെട്ടതുകൊണ്ടും അവരത് മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ടും ഞങ്ങൾ അതുപോലെ നല്ല സപ്പോർട്ടിലോടുകൂടി ഞങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ ഞങ്ങൾക്ക് ഇവിടെ മാഞ്ചസ്റ്ററിൽ ഞങ്ങൾക്കൊരു വെയർഹൗസ് ഉണ്ട്. 1 അല്ല 2 വെയർഹൗസ് ഉണ്ട്. ഇപ്പം ആ വെയർഹൗസിൽ കണ്ടെയ്നർ ടു കണ്ടെയ്നറായിട്ട് ഞങ്ങൾക്ക് ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. അത് A to Z ഐറ്റം നാട്ടിലെ. അതുപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും നമ്മുടെ റീറ്റെയിൽ ഷോപ്പുകളിൽ നമ്മൾ വിൽക്കുന്നുണ്ട്. ഡെയിലി ഡിലൈസ്, വിശ്വാസ്, മേവൽ, ഇങ്ങനെ പറയുന്ന എല്ലാ കമ്പനികളുടെയും, കിച്ചൺ ട്രഷർ, അങ്ങനെയുള്ള എല്ലാ കമ്പനികളുടെയും സാധനങ്ങൾ നമ്മുടെ ഇവിടെ എത്തിച്ച് ഈസ്റ്റേൺ നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. പിന്നെ ഹോൾസെയിലിലോ ഞങ്ങൾ മെയിനായിട്ട് ചെയ്യുന്നത് പ്രിൻസ് ഫുഡ്, പിന്നെ ഡബിൾ ഗോൾസിൻ്റെ പാർഷ്യൽ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ കേരള ടേസ്റ്റ് എന്നുള്ളൊരു കമ്പനിയായിട്ട് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ ലോയൽ എന്നുള്ളൊരു ബ്രാൻഡ്, അത് ഫ്രോസൺ മാത്രമേ ഉള്ളൂ. അതും ഞങ്ങൾ ഇത്രയൊരു 3-4 ബ്രാൻഡ് ഇപ്പം ഞങ്ങൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ ഹോൾസെയിൽ. അപ്പം പുതിയൊരു വെയർഹൗസ് ഇപ്പം ന്യൂലി എടുത്ത് ഒരു 3000 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരെണ്ണം എടുത്ത് ഞങ്ങൾ അതിൻ്റെ സെറ്റപ്പ് എല്ലാം വന്നുകൊണ്ടിരിക്കുന്നു. അപ്പം നാട്ടിൽ നിന്നുള്ള കൂടുതൽ ഐറ്റംസ് ഞങ്ങൾക്ക് അതിൽ ആഡ് ചെയ്യാനും പറ്റും.
ഓൾ ഓവർ UK നമുക്ക് ഞങ്ങളുടെ കടയിലുള്ളതുപോലെ തന്നെ എല്ലാ കടകളിലും ഞങ്ങൾക്ക് സാധനം എത്തിച്ചു കൊടുക്കാനും ഞങ്ങൾക്ക് നിലവിൽ സാധിക്കുന്നുണ്ട്. കൈരളി ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു മലയാളിക്കട മാത്രമായിട്ടല്ല, സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ എല്ലാ ഐറ്റംസും നമ്മുടെ കടയിലുണ്ട്. അതിപ്പം വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. അതുപോലെ ഗ്രഹോപകരണങ്ങൾ, നമുക്ക് നല്ലൊരു വൈഡ് റേഞ്ച് ഗ്രഹോപകരണങ്ങൾ നമുക്കുണ്ട്. അതുപോലെ നാട്ടിൽ നിന്നുള്ള വിളക്കുകൾ, പിന്നെ രൂപങ്ങൾ, പൂജയ്ക്കുള്ള പൂജാ സാധനങ്ങൾ, ഇങ്ങനെയെല്ലാം നമ്മുടെ കടയിൽ നമ്മൾ കൊടുക്കുന്നതാണ്. ഓണം വരുമ്പോൾ ഓണ സമയത്ത് ഫ്രഷ് ആയിട്ടുള്ള വെയിറ്റുകൾ, നമ്മുടെ നാട്ടിലെ വെയിറ്റുകൾ ചില സാധനങ്ങൾ നമുക്കിവിടെ അവൈലബിൾ അല്ല. അപ്പോൾ ആ പർട്ടിക്കുലർ ടൈമിലോട്ട് നമ്മൾ നാട്ടിൽ നിന്ന് നമ്മൾ ഡയറക്റ്റ് നമ്മൾ പച്ചക്കറികളോടെ കൊണ്ടുപോകുന്നുണ്ട്. അതുപോലെ ഇവിടെയുള്ള അസോസിയേഷനുകളിലൊക്കെ പ്രത്യേകിച്ച് MMA, MMCA ഇങ്ങനെയുള്ള അസോസിയേഷനുകളിലൊക്കെ നമ്മൾ വെയിറ്റുകൾ നമ്മൾ ഓണ സമയത്ത് അവർ നമുക്ക് മുൻകൂർ ഓർഡർ തന്ന് അവർ പറയുന്ന സമയത്ത് തന്നെ അവർ സ്ഥലങ്ങളിൽ നമ്മൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ഫാമിലി എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈഫ് പ്രിൻസി എന്നാണ് പേര്, പിന്നെ 3 മക്കൾ. ഇതാണ് എൻ്റെ ഒരു ഫാമിലി. ഈ ബിസിനസ് നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര ഈസി ആയിട്ടുള്ളൊരു സംഭവമല്ല, നല്ല ഹാർഡ് വർക്കിംഗ് ആണ്. അപ്പം ഞാനും തോമസ്, ഇപ്പോൾ എൻ്റെ കൂടെ ഞങ്ങളുടെ പാർട്ട്നേഴ്സ്, ഞങ്ങൾ രാവിലെ 5 മണിക്കും 6 മണിക്കും ഒക്കെ എഴുന്നേറ്റ് ഞങ്ങൾ ഈ കടയ്ക്ക് വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ തിരിച്ചു വരുന്നത് ഞങ്ങൾ ചിലപ്പം വൈകിട്ട് 10 മണി 12 മണി, ചിലപ്പോൾ പിറ്റേ ദിവസമൊക്കെയാണ് വരുന്നത്. അപ്പോൾ അതിനൊക്കെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് ഞങ്ങളുടെ ഫാമിലിയിൽ നിന്നുള്ളവരാണ്. നല്ലൊരു സപ്പോർട്ട് ഞങ്ങൾക്ക് ഫാമിലിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. നമുക്ക് ഈ കടയിൽ ഫ്രോസൺ സെക്ഷൻ തന്നെ ഉണ്ട്. ആ സെക്ഷനിലൂടെ ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കാണാം വെജിറ്റബിള്, നാട്ടിലെ വെജിറ്റബിൾസും നാട്ടിലെ സ്നാക്സ്, ഓൾമോസ്റ്റ് എവരി സ്നാക്സ്. ഇപ്പം ഞാൻ ബേസിക്കലി കുട്ടനാട്ടിൽ നിന്നാണ്. കുട്ടനാട്ടിൽ കിട്ടാത്ത സ്നാക്സ് വരെ ഇപ്പം ഇവിടെ UK കിട്ടുന്നുണ്ട്. അത് നമ്മുടെ കടയിൽ എല്ലാം ഉണ്ട്. പൊറോട്ട, പല വെറൈറ്റീസ് പൊറോട്ട, കപ്പ, പല വിലയുള്ള കപ്പ, ഡെയിലി ഡേസിൻ്റെ കപ്പയാണെങ്കിലും എനിക്ക് തോന്നുന്നത് നമ്മൾ വളരെ വില കുറച്ച് ഇട്ടിരിക്കുന്നത്. മാർക്കറ്റ് പ്രൈസ് എനിക്കൊന്ന് 319 ഒക്കെയാണ്, പലയിടത്തും 319 to 349 വരെ കിടക്കുന്നിടത്ത് നമ്മൾ 299 ആണ് നമ്മൾ ചാർജ് ചെയ്യുന്നുള്ളൂ. അതുപോലെ വിലയും നമ്മൾ വളരെ ഫീസിബിളായിട്ടും വില കുറച്ചുമാണ് ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് അത് കാണാവുന്നതായിരിക്കും ഫ്രോസൺ സെക്ഷനിൽ ചെന്ന് കഴിയുമ്പം. ഓക്കെ, പിന്നെ എൻ്റെ ഫാമിലി, എനിക്ക് 3 മക്കളാണ്. ഞങ്ങളിവിടെ ഓൾട്രിഹാം എന്നുള്ള സ്ഥലത്താണ് താമസിക്കുന്നത്. ഞങ്ങളുടെ സ്റ്റാഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് 3-4 സ്റ്റാഫുണ്ട്. അതിൽ 2 പേര് നമ്മുടെ പെർമനൻറ്റ് സ്റ്റാഫും ബാക്കിയുള്ളൊരു പാർട്ട് ടൈം ജോബ്സുമാണ് ചെയ്യുന്നത്. പെർമനൻറ്റ് സ്റ്റാഫുള്ളവർക്കെല്ലാവരും നമ്മൾ തന്നെ വിസ ഇഷ്യൂ ചെയ്തിരിക്കുകയാണ്. അവരുടെ പ്രവർത്തനം കൊണ്ട് തന്നെയാണ് ഈ കൈരളി ഈ നിലയിൽ എത്തുന്നതും ഇപ്പോൾ ഇതിങ്ങനെ നല്ല പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും. നമ്മൾ എപ്പോഴും തിരക്കാണ്, ഞങ്ങളെപ്പോഴും ബിസി വിത്ത് ഹോൾസെയിലാണ്. അപ്പം ഞങ്ങൾ രാവിലെ വരും, ഞങ്ങൾ ഇവർക്കുള്ള സാധനം എത്തിച്ചു കൊടുക്കും. പിള്ളേരാണ് ഈ കട മാനേജ് ചെയ്യുന്നത്. ഇവിടെയുള്ള പല പ്രൊഡക്ട്സും എനിക്കറിയത്തില്ല, എല്ലാം പിള്ളേർക്കേ അറിയത്തുള്ളൂ. ഇവൻ കസ്റ്റമർ ചോദിച്ചാൽ പോലും ഞാൻ പിള്ളേരെ വിളിച്ച് പറയും, മക്കളെ ഒന്ന് നോക്കണമെന്ന് പറയും. എനിക്കറിയത്തില്ല പല കാര്യങ്ങളും, പിള്ളേർക്കാണ് അറിയാവുന്നത്. പിന്നെ അതുപോലെ തന്നെ പ്രൊഡക്ട്സ് പറയുവാണെങ്കിൽ ഇപ്പം നമുക്കൊരു 12 ടൈപ്പ് ഓഫ് പുട്ടുപൊടി, ഒരു 7-8 ടൈപ്പ് ഓഫ് റവ, പിന്നെ നമ്മുടെ റൈസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്, മട്ട റൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1199 ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന പ്രൈസ്. 1199, 1299, 1399, 1499 അങ്ങനെയാണ് ഞങ്ങളുടെ പ്രൈസ് കിടക്കുന്നത്. പിന്നെ പല ഇൻ ഷോപ്പ് ഓഫേഴ്സും ഉണ്ട്. അത് ആഴ്ച മാറിക്കൊണ്ടിരിക്കും. ഞങ്ങൾ ഈ അവസ്ഥയിൽ ഇപ്പം നല്ല രീതിയിൽ കച്ചവടം മുന്നോട്ട് പോകുന്നു. അതിന് എല്ലാവർക്കും നന്ദിയുണ്ട്. പ്രത്യേകിച്ച് മാഞ്ചസ്റ്റർ നിവാസികൾക്കും എത്ര നാളും ഞങ്ങളുടെ ഷോപ്പിൽ വന്ന് ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെയധികം നന്ദി. ഈശ്വരനും നന്ദിയുണ്ട്. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സാഹചര്യം ഒരുക്കി തന്ന ഏഷ്യാനെറ്റ് പ്ലസിൻ്റെ പിന്നെ ക്യാമറാമാനും എല്ലാവർക്കും ഞങ്ങളുടെ ഇതേ നിറഞ്ഞ നന്ദി. നമസ്കാരം. ഞങ്ങളെ ഇതുവരെ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഞങ്ങളുടെ മാഞ്ചസ്റ്ററിലുള്ള എല്ലാ മലയാളി സുഹൃത്തുക്കൾക്കും അതുപോലെയുള്ള ബാക്കിയുള്ള കമ്മ്യൂണിറ്റികൾ, അപ്പം തുടർന്നും ഇവരുടെ എല്ലാം സേവനങ്ങളും സഹായവും ഇവരുടെ എല്ലാ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ എല്ലാ സഹായ സഹകരണങ്ങൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു.